അപ്പം നോമിനേഷനിൽ 10 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സായിക്കും നന്ദനയ്ക്കും ഒരാളെ സേവ് ചെയ്യാമെന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറെ സേവ് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, സേഫ് ഗെയിമേഴ്സിനെ കളയാൻ വേണ്ടിയിട്ടും. അപ്പം അങ്ങനെ അവർ സേവ് ചെയ്ത സിജോനെ ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നോമിനേഷനിൽ വന്നിരിക്കുന്നത് 9 പേരാണ്. ജാസ്മിൻ, അഭിഷേക്, ശ്രീകുമാർ, ഋഷി, അക്ഷര, അൻസിബ, പ്രീതു, അർജുൻ, ജിൻഡോ, റസ്മിൻ. എന്തായാലും ഇത് റസ്മിൻ പുറത്തു പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഡേഞ്ചറസ് സോണിൽ വരാൻ ചാൻസ് ഉള്ളത് അഭിഷേക്, ശ്രീകുമാറും അൻസിബയൊക്കെ ആയിരിക്കും. പിന്നെ 2 പ്രമോ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നൊരു ഫൺ ടാസ്ക് ആണ്, വട്ടത്തിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുക എന്നുള്ളതാണ്. പറയുമ്പോൾ ഓരോരോ വട്ടത്തിലേക്ക് കയറി നിൽക്കണം, ഒന്നും തള്ളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടാസ്ക് ആണ്. അപ്പൊ മൊയന്തുപാറ ബസ് സ്റ്റാൻഡ് എന്നും അതുപോലെ അബത്തേശ്വരെന്നും ഇരട്ടത്താപ്പെന്നും ഒക്കെ പറഞ്ഞാണ് ഇതിന്റെ പേരുകൾ ബസ് സ്റ്റാൻഡിൽ ഇട്ടേക്കണം. ആ ഓരോ ബസ് സ്റ്റാൻഡിന്റെ പേര് പറയുമ്പോൾ അവിടെ കയറി നിൽക്കുക, അവിടെ ഉന്തും തള്ളൊക്കെ ഉണ്ടാവും. അതാണ് ടാസ്ക്. കഴിഞ്ഞ പ്രാവശ്യം ശോഭേനെയൊക്കെ വിഷ്ണു മാരാറൊക്കെ എടുത്തെറിഞ്ഞ് മാരാർ ജയിച്ച ടാസ്ക് ഒക്കെയാണ്. നന്ദന ജിൻഡോയോട് തള്ളലേന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കണതൊക്കെ ആയിട്ട് പ്രമോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രമോ വന്നേക്കുന്നത് ഒരു സ്പോൺസർ ടാസ്ക് ആണ്, കംഫോർട്ടിന്റെ കണ്ടസ്റ്റൻസ്. അപ്പൊ അവരുടെ കംഫോർട്ട് പാർട്ണർ ആരാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ അപ്സരയാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ സിജോ എന്താണോ നോറേനെ വിളിക്കുന്നതായിട്ടാണ് കാണുന്നത്. അർജുൻ ശ്രീധുവിനെ വിളിക്കുന്നുണ്ട്, ജാസ്മിൻ റസ്മിനെ വിളിക്കുന്നുണ്ട്, ഋഷി അൻസിബിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു സ്പോൺസർ ടാസ്കിന്റെ പ്രമോയും ആണുള്ളത്.